ഇന്നത്തെ കാലത്ത് പട്ടാപ്പകൽ പോലും ആളുകൾക്ക് സമാധാനമായിട്ട് വീട്ടിനകത്തായിരുന്നാലും വെളിയിലായിരുന്നാലും നിൽക്കാൻ വയ്യാത്ത കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. കല്ലമ്പലം വടശ്ശേരിക്കോണം സ്വദേശിയായ അനിൽകുമാറിനെ 5 അംഗ സംഘം ജോലിയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിൽകുമാറിനെ കൊണ്ടുപോവുകയാണ്. വെള്ളല്ലൂരുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോകുന്നു. പണി തീരാത്ത ഒരു വീട്, കണ്ടാൽ പ്രേതാലയം പോലെ തോന്നും. അങ്ങനത്തെ ഒരു വീട്, പണി ഒന്നും പൂർത്തിയാവാത്ത ഒരു വീട്, വെറും കട്ട മാത്രം കെട്ടിയിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു വീട്ടിനകത്തേക്ക് ഈ ആളിനെ കൊണ്ടുപോകുന്നു. ആൾ വിചാരിച്ച് പണിക്കായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറുന്നു. യവന്മാർ കയറി അതിനകത്ത് ഇട്ട് പൂട്ടുന്നു. പിന്നെ അവിടെ നടന്നത് നാടകീയമായ രംഗങ്ങൾ. അനിൽകുമാറിനെ പിടിച്ച് കെട്ടിയിടുന്നു. ചങ്ങലയ്ക്കാണ് കെട്ടിയിടുന്നത്. അനിൽകുമാർ ബൈക്കിലാണ് അവിടെ വന്നത്. അപ്പോൾ ആ ആളിൻ്റെ ഹെൽമറ്റ് തന്നെ എടുത്തുകൊണ്ട് പിടിച്ച് വാങ്ങിച്ച് അയാളെ തലയ്ക്ക് തന്നെ അടിക്കുകയാണ് ഈ യവന്മാരെല്ലാം കൂടി. എന്നിട്ട് മുഖത്തും മൊത്തത്തിൽ ശരീരം മൊത്തം വികൃത കോലമാക്കി ഒരുപാട് ഉപദ്രവിച്ചു. യവന്മാർ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്. ഈ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടതിന് ശേഷം അതിലുള്ള ഒരാൾ ചോദിക്കുകയാണ്, എന്നെ അറിയാമോ എന്ന്. ഇയാൾ ആലോചിച്ച് നോക്കി, സൂക്ഷിച്ചു നോക്കിയപ്പോൾ മകൾക്ക് 2 വർഷം മുമ്പ് സംബന്ധം ആലോചിച്ച് ആ വീട്ടിൽ വന്ന അവൻ, കടയ്ക്കൽ സ്വദേശി സുധീഷ് എന്ന് പറയുന്ന അവനാണ് ചോദിക്കുന്നത്, എന്നെ അറിയാമോ എന്ന്. അനിൽകുമാറിൻ്റെ മകളെ സംബന്ധം ആലോചിച്ച് 2 വർഷം മുമ്പ് വന്നതാണ് ഈ സുധീഷ്. ഇയാൾ അന്തം വിട്ടുപോയി. പിന്നെ നടന്നത് അവിടെ ഭയങ്കരമായ, ഇയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇയാളെ മകനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, അച്ഛന് ഇതുപോലെ സുഖമില്ല, അച്ഛനെ കൊണ്ടുവരണത് കണ്ടതാണ് ജോലിക്ക് വരണമെന്ന് പറഞ്ഞ്. എന്നിട്ട് മകനെ വിളിച്ചിട്ട് പറയുന്നു, അച്ഛന് സുഖമില്ല, ഒന്ന് ഇതുവരെ വരണമെന്ന് പറയുന്നു. അങ്ങനെ മകനും അവിടെ വരുന്നു. മകൻ വന്നതിന് ശേഷം മകൻ്റെ അടുത്ത് പറയുന്നു, പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നു. അപ്പം മകന് പന്തികേട് തോന്നിയതിൻ്റെ പേരിൽ മകൻ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറെയോ അങ്ങനെ എങ്ങാണ്ടെയൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് അവിടെ പോലീസും എല്ലാവരും എത്തിയപ്പോൾ ഈ ആളെ അവശ നിലയിലാക്കി. അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. തിരുവനന്തപുരം നഗരൂരിൽ പിതാവിനെയും മകനെയും വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുധീഷ് എന്നയാളുടെ നേതൃത്വത്തിലാണ് വടശ്ശേരിക്കോണം സ്വദേശി അനിൽകുമാറിനെയും മകനെയും മർദ്ദിച്ചത്. അനിൽകുമാറിന്റെ ചെവിയിൽ സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റിയും നാക്കിൽ പ്ലെയർ കൊണ്ട് അമർത്തിയും നഖം വലിച്ചു പറിച്ചുമായിരുന്നു ക്രൂരപീഡനം. മകളെ വിവാഹം ചെയ്തു നൽകാത്തതിലെ വൈരാഗ്യമാണ് ആക്രമണ കാരണമെന്ന് പിതാവ് അനിൽകുമാർ 24-നോട് പറഞ്ഞു. പകല് നടന്ന സംഭവമാണ് വിളിച്ചിറക്കിക്കൊണ്ട് പോണത്. എന്നിട്ട് യവന്മാർ ഇത്രത്തോളം ചെയ്തിട്ട് 5 പേരുണ്ടായിരുന്നു. 5 പേരും ഒളിവിൽ പോയി. അവിടെ ബന്ദിയാക്കിയിട്ട് പിന്നെ യവന്മാർക്ക് സംശയം തോന്നി. ഈ മകൻ വിളിച്ച് പോലീസ് എത്തുന്ന സമയത്ത് എല്ലെണ്ണവും കടന്ന്. പോലീസ് വന്ന് നോക്കുമ്പോൾ കൈ വലിയ കനത്ത ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അത് പിന്നെ കഴിച്ചു. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ശരിയായനായിരുന്നു. എന്നിട്ട് ഇവർ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരാളിനെ കുഴിച്ചിടത്തക്ക രീതിക്കുള്ള കുഴികളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് സഹോദരിയെ ഇഞ്ഞ് വരുത്താനും, അതായത് ഇയാളുടെ മകളെ ആ വിവാഹാലോചിച്ച് ചെന്ന ആ പെൺകുട്ടിയെ കൂടി ഇഞ്ഞ് വരുത്തണം. അതിനാണ് മകനെ വിളിച്ചു വരുത്തി. അപ്പോൾ അച്ഛനായി, മകനായി, പിന്നെ അമ്മയെ കൊണ്ടുവരാൻ മകൻ്റെ അടുത്ത് പറയുന്നു, പിന്നെ സഹോദരിയെ. ഇതത്രയാണ്. ഇതെന്തായാലും ആർക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അനിൽകുമാറിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്തായാലും ഭയങ്കരമായി ആളിന് ശരീരം മൊത്തത്തിൽ നീരടിച്ച് അത്രയ്ക്ക് അവന്മാർ ഉപദ്രവിച്ചു. ഇന്നലെയാണ് വർക്കല വടശ്ശേരിക്കോണം സ്വദേശി അനിൽകുമാറിനെയും മകനെയും 5 അംഗ സംഘം പണി പൂർത്തിയാക്കാത്ത വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. പിതാവ് അനിൽകുമാറിനെ ചങ്ങലയിൽ ബന്ധിച്ച് മർദ്ദിച്ചത് 2 വർഷം മുമ്പ് മകളെ വിവാഹാലോചന നടത്തിയെത്തിയ കടക്കൽ സ്വദേശി സുധീഷും സംഘവുമാണെന്ന് കിളിമാനൂർ പോലീസ് കണ്ടെത്തി. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റിയും നാക്കിൽ പ്ലെയർ കൊണ്ട് അമർത്തിയും നഖം വലിച്ചു പറിച്ചും തുടങ്ങിയ ക്രൂര പീഡനങ്ങളാണ് താൻ നേരിട്ടതെന്ന് അനിൽകുമാർ പോലീസിന് മൊഴി നൽകി. തന്നെ ആക്രമിച്ചത് സുധീഷ് അടങ്ങുന്ന 5 അംഗ സംഘമാണെന്ന് അനിൽകുമാർ 24-നോട്. ഇങ്ങനെയുള്ള മരുമകനാവാൻ പോകുന്ന ആള് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ മരുമകനായനായിരുന്നു. ആ മരുമകനാവാൻ പോകുന്ന യവൻ
ഇത്ര ക്രൂരനായിട്ടുള്ള ഒരുത്തൻ്റെ കയ്യിലാണ് മകളെ പിടിച്ച് ഏൽപ്പിക്കാനായിട്ട് ഇരുന്നത്. സംബന്ധാലോചന വരുന്നു. അതിനുശേഷം ഇയാൾ പോയി അന്വേഷിക്കുന്നു. നല്ല അച്ഛനായതുകൊണ്ട് പോയി ആ പയ്യൻ്റെ പരിസരം മൊത്തം അന്വേഷിച്ചപ്പോൾ ഇയാൾ വെറും ക്രിമിനലാണെന്ന് മനസ്സിലായി, വെറും അഴുക്കാണെന്ന് മനസ്സിലായി. ഇയാളെ തരികിട സ്വഭാവങ്ങൾ മൊത്തത്തിൽ ഈ അച്ഛൻ അറിഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞു, ഇത് പറ്റൂല, ഇതിൽ ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇയാളെ മകളെ തിരിച്ചു കിട്ടൂലായിരുന്നു. ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരുത്തൻ, സുധീഷ് എന്ന് പറയുന്ന പയ്യെ കയറി വന്ന് എന്നെ പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് കത്തിയത് എന്തോ പദ്ധതിയാണെന്ന്. അപ്പം അത് എന്ന് വെച്ചാൽ എൻ്റെ മോള് ഒരു 2 വർഷത്തിന് മുമ്പായിട്ട് പെണ്ണാലോചിച്ച് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കണ്ടതിന് ശേഷം അങ്ങ് പോയി. അപ്പോൾ എനിക്കൊന്ന് പോയൊന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാൻ പോയൊന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ഫ്രാഡ് കേസാണ്. ഹെൽമെറ്റ് വെച്ച് എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് പിടിച്ചോര് തലയ്ക്ക് കുറേ. അച്ഛനത് മനസ്സിലായതിൻ്റെ പേരിലാണ് അച്ഛൻ വന്ന് പറഞ്ഞ് ഈ സംബന്ധം നടക്കൂല, ഇത് വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ട്. ലോകത്ത് നടക്കുന്നതെല്ലാം ജനങ്ങൾക്കും അറിയാമല്ലോ. അങ്ങനെ തന്നെ നടന്നനെയായിരുന്നു. തിരക്കാതെയും കാണാതെയൊക്കെ ഓരോ പെൺകുട്ടികളെ പിടിച്ച് അവന്മാരെ കയ്യിൽ പറഞ്ഞങ്ങ് അയച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടികൾ കിടന്ന് അനുഭവിക്കണത്. അവിടെ ആ വീട്ടിൽ അവന്മാരെ കയ്യിൽ നിന്ന് അടിയും ഇടിയും അവന്മാരില്ലാത്ത പ്രവൃത്തികൾ കാണിക്കണം. ഇവൻ വന്ന് പെണ്ണ് കണ്ടപ്പോൾ ഒന്നും വിചാരിച്ച് കാണൂല, കാണാൻ ശിമ്പിളനായിരിക്കും. പക്ഷേ അവൻ്റെ തനി സ്വഭാവം അവിടെ ചെന്ന് ആ പരിസരത്തും അവിടെ മൊത്തം ഒരു അഭിപ്രായം പോലും നല്ല അഭിപ്രായമില്ല. ആ കണക്കിനാണ് ആളുകൾ പറഞ്ഞു കൊടുത്തത്. ഈ 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതിനൊക്കെ മുമ്പാണെങ്കിൽ ആളുകൾ അന്വേഷിക്കുമല്ലോ, ഒന്നും മിണ്ടുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ പിടിച്ചങ്ങ് പെൺകുട്ടികളെ പറഞ്ഞയക്കും. അവർക്ക് മക്കളും കുട്ടികളും ആവുമ്പോഴത്തേക്ക് പിന്നെ അവർ കിടന്ന് അനുഭവിക്കുന്നതായ വേദന, അവന്മാരിട്ട് കഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും ഈ പെൺകുട്ടിക്ക് ഈ അനുഭവം വന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം അറിയാമായിരുന്നു. അതിപ്പോൾ ആ അച്ഛനെയും അവരുടെ കുടുംബത്തെ മൊത്തത്തിൽ തീർക്കാനായിട്ടാണ് ഇരുന്നത്. ബന്ദിയാക്കി വെച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞ് യുവന്മാർ കൊടും ക്രിമിനലുകളായിട്ടുള്ള ഇതാണ്. അതാണ് അപ്പുറത്തോട്ട് ഒരു വലിയ കുഴി വരെ എടുത്തിട്ടിരുന്നത്. എന്തിനാണ്? ഓരോന്നിനെ കൊണ്ടുവന്ന് അതിനകത്തിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷം മിക്കവാറും അച്ഛനെ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം മകനെ വിളിച്ചു വരുത്തി. പിന്നെ അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ സഹോദരി. വീട്ടിലുള്ള എത്ര പേരുണ്ട്? 4 പേരുണ്ടെങ്കിൽ ആ 4 പേരെയും കൊണ്ടുവന്ന് അവരെ ഒരുമിച്ച് മിക്കവാറും ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവരെ കുഴിച്ചു മൂടാനായിരിക്കും ആ കുഴി എടുത്തിട്ടിരുന്നത്. അതൊന്നും നടന്നില്ല. അതിന് മുമ്പ് തന്നെ ആ മകന് കുറച്ചൊക്കെ ബുദ്ധി തോന്നി. മകനും അമ്മയും കൂടി ഇങ്ങനെയാണ് സംഭവം, അച്ഛനെന്തോ അപകടം പറ്റി എന്നുള്ളത് അവിടെ അറിയിക്കുകയും മകൻ ബുദ്ധിപൂർവ്വമാണ് പോയി അമ്മയെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയത്. എന്നിട്ടാണ് പോലീസിനെ അറിയിച്ച് അവന്മാരപ്പോഴേ വലിയുകയും ചെയ്തു. കിളിമാനൂർ സ്വദേശി ഉണ്ടെന്ന് പറയുന്ന എന്തോ ഷംനാദ്, ഇന്നലെ എങ്ങനെയൊക്കെ ന്യൂസുകളിൽ പേര് പറഞ്ഞു. ഷംനാദ്, സുധീഷ്, ഇനി 2-3 എണ്ണത്തിനെ കൂടെ അറിയാനുണ്ട്. ഇവന്മാരെല്ലാവന്മാരും എവിടെ ഉള്ളവന്മാരാണെന്ന് കറക്റ്റായിട്ട് പേര് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോഴത്തെ ഞാൻ കമന്ന് വീണു. സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടാതെ വീടിനുള്ളിൽ മർദ്ദനമേൽക്കുന്നവരുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ട പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി. 24 തിരുവനന്തപുരം. അവന്മാർ ഇത് എങ്ങനെയാണ്, ഏത് രീതിയാണ് എന്നെല്ലാം അവന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതായിരിക്കൂല. അവന്മാർ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് കാണും. അതുകൊണ്ടാണ് അറപ്പില്ലാതെ ഇതേ കണക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരാളൊഴിഞ്ഞ വീടാണ്, സുധീഷിൻ്റെ ബന്ധുവിൻ്റെ വീടാണെന്നാണ് പറയണത്. ഇതിനു മുമ്പും അവിടെ എത്ര പേരെ ഇതേ കണക്ക് യവന്മാർ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തിട്ട് യവന്മാർ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇനി ഓരോരുത്തന്മാരെ പിടിച്ച് നല്ല 2 പൊട്ടിക്കുമ്പോൾ അവന്മാർ പറയും ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, എത്ര പേരെ ഇതേ കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം. കാട്ടിൻ്റെ ഇടയിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. അവിടെ എങ്ങും ഒരു അയൽവാസികളോ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ അറിയാൻ പറ്റൂല. തിരുവനന്തപുരത്ത് ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്.
അനിൽകുമാറിനെയാണ് കഴിഞ്ഞ ദിവസം 5 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ മുഖം അങ്ങ് നീരടിച്ച് മൊത്തത്തിൽ വികൃത കോലാക്കി കളഞ്ഞവന്മാര് ഇടിച്ച് പതുക്കി. കിളിമാനൂരിലാണ് സംഭവമുണ്ടായത്. തിരുവനന്തപുരം സ്വദേശികളായ സുധീഷ്, ഷംനാഥ് ഉൾപ്പെടെയുള്ള 5 പ്രതികളെയാണ് പോലീസ് തെരയുന്നത്. നിർമ്മാണം നടക്കുന്ന ഒരു വീട്ടിൽ സൗണ്ട് പ്രൂഫ് മുറി ഉണ്ടാക്കിയാണ് അനിൽകുമാറിനെ മർദ്ദിച്ചത്. ചങ്ങല കൊണ്ട് ബന്ധിച്ചായിരുന്നു ക്രൂരമായ ആക്രമണം നടത്തിയത്. അനിൽകുമാറിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാത്തതിലുള്ള വിരോധമാണ് പ്രതികൾ തീർത്തതെന്ന് പറയുന്നുണ്ട്. അതേസമയം ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് ഇടപെടൽ ഉണ്ടാവുകയായിരുന്നു. അനിൽകുമാറിന്റെ മകനെയും പ്രതികൾ മർദ്ദിച്ചിട്ടുണ്ട്. അനിൽകുമാറിന്റെ കൈ അക്രമികൾ തല്ലി ഒടിച്ചു. ഒരു പ്ലെയർ ഉപയോഗിച്ച മകൻ അച്ചുവിന്റെ വിരലുകൾക്കും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് മകനെ താനുള്ള സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും അനിൽകുമാർ അറിയിച്ചു. അതിനുശേഷമാണ് മകനെയും ഇത്തരത്തിൽ അക്രമികൾ പരിക്കേൽപ്പിച്ചത്. എന്തായാലും ഇവർ ഇപ്പോൾ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടു, ജീവനോടെ രക്ഷപ്പെട്ടു. ഇയാളിന് നല്ല പരിക്കുകളുണ്ട്, കൈയൊക്കെ വലിച്ചൊടിച്ചു. ഒരു നിസ്സാരമായ ഒരു ആലോചന കാരണം ഇതത്രയും സംഭവിച്ചു. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇനി വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്, ആ കുടുംബമേ സൂക്ഷിക്കേണ്ടതുണ്ട്. യവന്മാർ ഇപ്പോൾ ഇത്രത്തോളം കാണിച്ചെങ്കിൽ ഇനിയും വൈരാഗ്യം കൂടാൻ സാധ്യതയുണ്ട്. ഇനി അവന്മാർ ഒളിവിൽ എല്ലാം പോയിരിക്കുകയാണ്. ഇനി പിടികിട്ടിയാലും പിടിച്ചോണ്ട് പോയിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റി വീണ്ടും ജാമ്യത്തിലിറങ്ങും. വീണ്ടും യവന്മാർ ചെയ്യണ ഇത് തന്നെയാണ്. ഓരോരോ പെൺപിള്ളേർ എവിടെയെങ്കിലും പെണ്ണുണ്ടാന്ന് ചോദിച്ച് തിരക്കി പോയിട്ട് ഒന്നും അറിയാത്തതുപോലെ പോയി പെണ്ണാലോചിക്കും. അവിടെ നിന്ന് ആ പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ വകവരുത്താനായിട്ട് ശ്രമിക്കും. അതിനാണ് യവന്മാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. യവന്മാരെ ഒരിക്കലും പുറത്ത് വിടരുത്, പുറം ലോകം കാണിക്കരുത് ഇങ്ങനെയുള്ളവന്മാരെ. എങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും.